ഇപ്പോൾ ഓണത്തെക്കുറിച്ച് ഇതേ ചിന്തകളൊക്കെ നടക്കുന്നുണ്ട്. മാവേലിയെ മാവേലിയെ മുഹമ്മദ് അലി ആക്കാൻ ചിലർക്ക് വലിയ താല്പര്യമുണ്ട്. മാവേലി മുഹമ്മദ്, കാരണം മാവേലി എന്ന സങ്കല്പം മനോഹരമാണ്, അതിമോഹനമായൊരു സ്വപ്നമാണല്ലോ അത്. സമത്വം, മനുഷ്യരെല്ലാവരും ഒരുപോലെ കഴിയുന്ന, കള്ളവുമില്ലാത്ത ചതിയുമില്ലാത്ത ഒരു കാലം, അങ്ങനെ ഒരു കാലമാണല്ലോ. അതിനെക്കുറിച്ച് എന്തെല്ലാം തർക്കങ്ങളാണ്. ഇപ്പോൾ മാവേലി ആരാണ് എന്ന് നോക്കുന്നതിനേക്കാൾ മാവേലി എന്ന ആശയം എന്താണ്, മാവേലി എന്ന സ്വപ്നം എന്താണ്, അതിനെക്കുറിച്ച് ആലോചിച്ചാൽ പോരെ. ഒരിക്കൽ ഒരു മിത്തോ ഒരു വിശ്വാസമോ ഒരു ചരിത്ര സംഭവമോ നമ്മുടെ സംസ്കാരത്തിൽ അലിഞ്ഞു ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ ആലോചിക്കേണ്ടത് എന്താ? ആ സംസ്കാരം കൊണ്ട് പുതിയ കാലത്തിനും നമ്മുടെ ഭാവി സമൂഹത്തിനും മനുഷ്യകുലത്തിനും എന്ത് ഗുണമുണ്ട്? ദോഷമുള്ളതാണെങ്കിൽ പരിശോധിക്കാം, ഉപേക്ഷിക്കേണ്ടതാണെങ്കിൽ ഉപേക്ഷിക്കാം. അതേസമയത്ത് ഗുണകരമായ സംഗതികളെ എന്തിനാണ് ഇങ്ങനെ കീറി മുറിച്ച് പരിശോധിക്കാൻ പോകുന്നതാണ് മാവേലിയുടെ. ഇനിയിപ്പോൾ അടുത്ത പ്രശ്നം എന്താ? ഓണം എടുത്തോളൂ, ഓണം വരാൻ പോകുന്നു. ഓണത്തെക്കുറിച്ച് നിലനിൽക്കുന്ന തർക്കം ഓണം ആരുടേതാണ്? ഹിന്ദുവിൻ്റെയാണോ മുസൽമാൻ്റെയാണോ? എന്നിട്ട് മുസ്ലിം പള്ളിയിൽ പ്രാർത്ഥിക്കുക, തിരുവോണത്തിന് ചോറുണ്ടാൽ നരകത്തിൽ പോകും നിങ്ങൾ എന്നിട്ട് വിലക്ക് കൽപ്പിക്കുക. ശബരിമലയിൽ അരവണ പായസം കഴിച്ചാൽ അത് അശുദ്ധമാണ്, അല്ലെങ്കിൽ അത് ശിർക്കാണെന്ന് പ്രസംഗിക്കുക ഒരു ഭാഗത്ത്. ഇനി ഇതിനകത്ത് വേറൊരു തർക്കം എടുത്തോളൂ. ഓണം ഏത് ഹിന്ദുവിൻ്റേതാണ്? സവർണൻ്റെയാണോ അവർണൻ്റെയാണോ? ദേവൻ്റെയാണോ അസുരൻ്റെയാണോ? മാവേലിയുടെയാണോ വാമനൻ്റെയാണോ? എന്തൊക്കെ തർക്കങ്ങൾ ആലോചിച്ച് നോക്കൂ. സത്യത്തിൽ ഞാൻ ഒന്ന് സൂക്ഷ്മമായിട്ട് സൗമ്യമായി ഒന്ന് പരിശോധിച്ച് നോക്കൂ. സത്യത്തിൽ ഓണം ആരുടേതാണ്? മാവേലിയുടേതാണോ? എന്നാൽ അത്ര തന്നെ വാമനൻ്റേതും അല്ലേ? തിരുവോണത്തിന് മാവേലിയെ സ്വീകരിക്കാൻ നമ്മൾ അത്തം മുതൽ പൂക്കളമിട്ട് കാത്തിരിക്കുന്നു. മാവേലി വന്നു എന്ന് നമ്മൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ, മനസ്സുകൊണ്ട് നമ്മൾ സംതൃപ്തിപ്പെട്ട് കഴിഞ്ഞാൽ സന്തോഷത്തോടെ നമ്മൾ പോകുന്നത് തൃക്കാക്കരപ്പനെ പൂജിക്കാനാണ്. തൃക്കാക്കരപ്പൻ ആരാണ്? വാമനനാണ്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ അറിയാം? സംസ്കാരത്തിൽ അതിന് ഒറ്റ അർത്ഥമേ ഉള്ളൂ: വാദിക്കും പ്രതിക്കും ന്യായങ്ങളുണ്ട്. രണ്ടു കൂട്ടരുടെയും സംവാദത്തെ നമ്മൾ കേൾക്കും, രണ്ടു കൂട്ടരെയും ആദരിക്കും. അങ്ങനെയല്ലേ? ദേവന്മാർക്ക് അവരുടെ ന്യായങ്ങളുണ്ട്. ഈ മിത്തുകൾ, ഓണവുമായിട്ട് ബന്ധപ്പെട്ട മിത്തിലും വിശ്വാസത്തിലുമൊക്കെ ദേവന്മാർക്ക് അവരുടെ ന്യായങ്ങളുണ്ട്, അസുരന്മാർക്ക് അവരുടെ ന്യായമുണ്ട്. അതുകൊണ്ട് മാവേലിയുടെ ശരിയും വാമനൻ്റെ ശരിയും നമ്മൾ അംഗീകരിക്കും. അതുകൊണ്ട് ഓണം കൊണ്ടുപോയിട്ട് വാമനന് തൃക്കാഴ്ച വെക്കേണ്ട കാര്യമില്ല, ഓണം കൊണ്ടുപോയിട്ട് മാവേലിക്ക് മാത്രമായിട്ട് കൊടുക്കേണ്ട കാര്യമില്ല. ഓണം കൊടുക്കേണ്ടത് മാനവികതയ്ക്കാണ്. അങ്ങനെ എടുക്കേണ്ടത്, സംസ്കാരത്തെ വായിക്കേണ്ടത് നമുക്ക് പറ്റുമ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, സംസ്കാരം വായിക്കേണ്ടത് തലച്ചോറ് കൊണ്ടല്ല, സംസ്കാരം ഹൃദയം കൊണ്ട് വായിച്ചു നോക്കും. എത്ര വിശാലമായിട്ട് അതിനെ വായിച്ചെടുക്കാൻ പറ്റും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.